ഇനി പാലക്കാട് എസ് പിയുടെ ഒരു പ്രതികരണത്തിലേക്കാണ്. രണ്ടുപേർ മരിച്ച ദുരൂഹമായ സംഭവത്തിലാണ് പ്രതികരണം. ഒരാൾ വെടിയേറ്റാണ് മരിച്ചത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. നമുക്ക് പ്രൈമ ഫേസി ഇൻഫർമേഷൻ മാത്രമുള്ളൂ. ബാക്കി ഡീറ്റെയിൽഡ് ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ച് കാര്യങ്ങളിലേക്ക് എത്തുള്ളൂ. പ്രൈമ ഫേസി നോക്കുമ്പോൾ ബിന്നു ആണ് ഇപ്പോൾ പുറകിലാണ് ഫ്രണ്ടിലാണ് കിടക്കുന്നത്. അകത്തൊരു നിതിൻ പേരുള്ള ഒരു ആളാണ് വീടിന്റെ അകത്ത്. രണ്ടാളുകൾ ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. രണ്ടും ആളുകൾക്ക് ഗൺ ഷോട്ട് വുണ്ടാണ് പ്രൈമ ഫേസി. ഇപ്പോൾ ഇൻക്വസ്റ്റ് ചെയ്തിട്ടില്ല. ഇൻക്വസ്റ്റ് ചെയ്തിട്ട് പിന്നെ സയന്റിഫിക് ടീമിന്റെ പരിശോധന ചെയ്തിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. പ്രൈമ ഫേസി ഗൺ ഷോട്ട് വുണ്ടാണ്. ഇയാൾ ആദ്യം വീടിന്റെ അകത്ത് വെടിവെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം വെടിവെച്ചിട്ട് ആത്മഹത്യ പോലെയാണ് തോന്നുന്നത് ആസ് ഓഫ് നൗ. പക്ഷേ ഇത് ഇപ്പോൾ മുഴുവൻ ഇൻക്വസ്റ്റ് ഇപ്പോൾ നടക്കാൻ പോകുള്ളൂ. സയന്റിഫിക് ടീം ഇങ്ങോട്ടാണ് വരുന്നത്. ഡോഗ് സ്ക്വാഡ് എല്ലാം വരുന്നുണ്ട്. കുറച്ച് നമുക്ക് കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് യഥാർത്ഥമായിട്ട് എന്താണ് സംഭവിച്ചത് അത് നമുക്ക് മനസ്സിലാക്കാൻ ഇല്ല. ഇപ്പോ ബേസിക്കലി ഒരുമിച്ച് ലാസ്റ്റ് കണ്ടപ്പോൾ ഒരുമിച്ച് ആയിരുന്നു. കുറച്ച് സമയം മുമ്പ് ഒരു മേ ബി 1 hour 2 മണിക്കൂർ മുമ്പ് രണ്ടും ആളുകൾ ഒരുമിച്ചായിരുന്നു. സോ നമുക്ക് കൂടുതൽ സാക്ഷികൾ പിടിക്കേണ്ടതാണ്. അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റും. അകത്താണ് കിച്ചൺ റൂമിന്റെ കിച്ചണിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് വ്യക്തമായിട്ട് കാണാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ ബോഡി ടേൺ ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാക്ക് സൈഡ് ഇപ്പോൾ ആണ് തോന്നുന്നത്. ബാക്ക് സൈഡ് ബോഡിന്റെ ബാക്ക് സൈഡാണ് വുണ്ടുള്ളത്. ഇത് ഫ്രണ്ട് പോർഷനിലാണ് ഉള്ളത്. എക്സാക്ട്ലി എവിടെയാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, പ്രാഥമിക നിഗമനം. എത്ര മണിക്കായിരുന്നു സംഭവം? ഇത് ഏകദേശം 2:45 കഴിഞ്ഞിട്ട് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ടില്ല. പക്ഷെ കുറച്ച് കൂടുതൽ സാക്ഷികൾ ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2 മണിക്കൂർ മുമ്പ് 2 മണിക്കൂർ ഏകദേശം ഇപ്പോ അത് സ്ഥിരീകരിക്കണം.